ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഭവമാണ് നമ്മുടെ ഇറച്ചിയട. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സവാളയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകും കൂടി ഞാൻ ചോപ്പറിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ അട തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരമുറി തേങ്ങയാണ്. അരമുറി തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ചമ്മന്തിക്കൊക്കെ പൊടിക്കുന്ന രീതിയിൽ പൊടിച്ചെടുക്കണം. അടുത്തതായിട്ട് ഇനി വേണ്ടത് നമ്മൾ പൊടിയാണ്. പൊടി നല്ലതുപോലെ നമുക്കിവിടെ കുഴച്ചെടുക്കാം. സാധാരണ നൂൽപുട്ടിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിലാണ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. ഞാനിവിടെ വീട്ടിൽ പൊടിച്ച പൊടിയാണ് കേട്ടോ. പുഴുങ്ങലരിയും പച്ചരിയും കൂടെ പൊടിപ്പിച്ചതാണിത്. വറുത്ത അരിപ്പൊടിയായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ ചമ്മന്തിക്കൊക്കെ പൊടിക്കുന്ന രീതിയിൽ വേണം. ഒന്ന് പൊടിച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഓവറായിട്ട് അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞാൽ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ തേങ്ങ പൊടിച്ച സെയിം ജാറിലേക്ക് തന്നെ നമ്മുടെ ബീഫും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലും വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓവറായിട്ട് അരഞ്ഞു പോയാൽ നമ്മുടെ ഈ അടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതും കൂടി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ സാധാരണ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വേഗത്തിൽ വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ ഉള്ളിയും പച്ചമുളകൊക്കെ വേഗത്തിലൊന്ന് വഴന്ന് കിട്ടും. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നതിന് വരെ തന്നെ നമ്മൾ നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഈ ഇറച്ചിയട. ഇത് ചിക്കനും കൊണ്ടും തയ്യാറാക്കും. അത് ഞാൻ വേറൊരു റെസിപ്പിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഏതൊരു സൽക്കാരങ്ങളിലായിക്കോട്ടെ, വിരുന്നുകാർ വന്നാലായിക്കോട്ടെ, അപ്പോൾ ഒക്കെ നമ്മൾ ഈ ഒരു ഇറച്ചിയടയാണ് ഏറ്റവും പ്രധാനമായിട്ട് തയ്യാറാക്കുക. നല്ല രുചിയാണ്. അപ്പോൾ ഞാനിവിടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലേക്ക് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉള്ളീൻ്റെയൊക്കെ ആ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം. ആ പൊടീൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഞാനിവിടെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ട്. പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം നമ്മളിങ്ങനെ ചൂടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും വലിയ ജീരകവും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് ചേർത്ത് കൊടുത്തത്. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പച്ചച്ചവയ്ക്കൊന്നും മാറുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീഫാണ്. ബീഫ് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലേൻ്റെ എല്ലാ പാകത്തിലും നമ്മുടെ ഈ ബീഫും തേങ്ങയൊക്കെ എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇറച്ചിയട തയ്യാറാക്കിയെടുക്കാനുള്ള മസാല ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അട തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ കുഴച്ച് വെച്ച മാവിൽ നിന്നും വളരെ ചെറുതായിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. നമ്മൾ ഈ വയനാട്ടിൽ ശരിക്കും ഇതിനെ കോഴിയട എന്നാണ് കറക്റ്റ് നെയിം പറയുന്നത്. ഇതിന് മസാലയൊക്കെ ബീഫും കൊണ്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നതെങ്കിലും നമ്മളിതിന് നെയിം പറയുന്നത് കോഴിയട എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ വളരെ ചെറുതായിട്ട് തന്നെ അട ചെറുതായിട്ട് പരത്തി അതിലേക്ക് മസാല ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് മൊത്തത്തിൽ വേവിച്ച് കഴിഞ്ഞാൽ ഇത് ബീഫ് വേറെ വേവിച്ചിട്ട് അതിലേക്ക് തേങ്ങയൊക്കെ അരച്ച് വെച്ച് നമ്മളിതിങ്ങനെ ചാറിലേക്ക് ഇടുന്നുണ്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് ഇതിന് കിട്ടുള്ളൂ. അപ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്താൽ ഒട്ടും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. കയ്യിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതിങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. കുറച്ച് അധികം ടൈം എടുക്കുമെങ്കിലും ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ വളരെ ചെറുതായിട്ട് തന്നെ വേണം നമ്മൾ ഈ അട പരത്തിയെടുക്കാൻ. ഞാൻ വേഗത്തിൽ തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിപ്പത്തിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയെടുക്കുമ്പം വളരെ ചെറുതായിട്ട് തന്നെ ഇത് പരത്തിയെടുത്താൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ കുറച്ച് ഇങ്ങനെ പരത്തുന്ന സമയത്ത് കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ തടവിയിട്ട് നമ്മളിത് പരത്തുന്നതാണെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് അടയും വളരെ ചെറുതായിട്ട് തന്നെ
ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയം അധിക സമയമൊന്നും വേണ്ട. കൂടിപ്പോയാൽ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. കാരണം വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തേങ്ങയും കുറച്ച് വലിയ ജീരകവും കൂടെ നല്ലതുപോലെ അരച്ചെടുക്കണം. നമ്മൾ ആദ്യം തന്നെ കുറച്ച് ബീഫ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫിൽ എല്ലും അതുപോലെ തന്നെ ഇറച്ചിയും കൂടെ മിക്സ് ആയിട്ടാണ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുള്ളത്. ആ വേവിച്ച് വെച്ച ബീഫിലേക്ക് നമ്മൾ ഈ അരച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ബീഫൊക്കെ വരട്ടുന്നത് പോലെ തന്നെ കറി വെച്ചെടുത്താൽ മതി. അതിന് ശേഷം വേണം നമ്മൾ ഈ തേങ്ങ അരച്ചിട്ട് നമ്മളിതിലേക്ക് തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആ തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ബീഫിൻ്റെ കറി തേങ്ങയിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പം കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് അട ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടാൽ നല്ലൊരു കറക്റ്റായ രീതി നമുക്ക് കിട്ടുള്ളൂ. ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിൻ്റെ രീതിക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ കോഴിയുടെ ഇവിടെ കറക്റ്റായിട്ട് നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല കറക്റ്റായ രീതിയിൽ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചൂട് മൊത്തം തണുത്തതിന് ശേഷം നമുക്ക് ഈ അട മൊത്തം നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ബീഫും എല്ലും കൂടെ വേവിച്ചതാണ് കേട്ടോ. അത് നമ്മൾ തേങ്ങ അരച്ചൊഴിച്ചതാണ്. അതിലേക്ക് നമുക്ക് ഈ അടയും കൂടി ചേർത്ത് കൊടുക്കാം. അട മുഴുവനായിട്ടും ഞാനിവിടെ നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ചൂടൊക്കെ തണുത്തതിന് ശേഷം വേണം നമ്മൾ അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. രണ്ടാമത്തെ ട്രിപ്പ് ചെറുതായിട്ട് ഇങ്ങനെ അട നമ്മളെടുത്ത് ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകിച്ചും അടയൊന്നും പൊടിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആ പൊടി കുഴച്ചെടുക്കുന്ന സമയം നല്ല കറക്റ്റായ രീതിയിൽ കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയം ചിലപ്പം അടയൊക്കെ പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഇതാ നമുക്ക് കറക്റ്റായ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടയൊന്നും ഒട്ടും പൊടിയൊന്നുമില്ല. നല്ല കറക്റ്റായ രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ. അപ്പോൾ ഇതാ ഞാനിവിടെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടായതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് താളിച്ച് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ നമ്മുടെ ഈ കോഴിയടേൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ എണ്ണ താളിച്ചൊഴിക്കൽ എല്ലാവരും ചെയ്യലില്ല. കാരണം നമ്മൾ ബീഫ് ആദ്യം തന്നെ ഉള്ളിയൊക്കെ വഴറ്റി നമ്മൾ ബീഫ് കറി വെക്കുന്ന പോലെയാണല്ലോ എണ്ണയൊക്കെ ചേർത്തിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് താളിച്ചൊഴിക്കാം. ഞാനിവിടെ ഒന്ന് താളിച്ചൊഴിച്ചിട്ടുണ്ട്. എണ്ണയും കൂടി ചേർത്തതിന് ശേഷം ഞാനിവിടെ മൊത്തത്തിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം ഗ്രേവിയോടെ തന്നെയാണ് ഈ കോഴിയട ഏറ്റവും നല്ലത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഒട്ടും ഗ്രേവി വേണ്ട, നല്ലതുപോലെ വറ്റിച്ചിട്ടാണ് വേണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് എങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും ആക്കിയെടുക്കാൻ പറ്റും. അധികം ചാറ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞങ്ങൾക്കിവിടെ അത്യാവശ്യം ചാറോട് കൂടി തന്നെയാണ് ഈ അട വേണ്ടത്. അതുകൊണ്ട് അത്യാവശ്യം ഗ്രേവിയോടെ തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കണം. ഇങ്ങനെ തയ്യാറാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഞങ്ങളുടെ ഈ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഭവമാണ് നമ്മുടെ ഈ കോഴിയട. നമ്മൾ ബീഫ് കൊണ്ടാണ് ഇതെല്ലാം തയ്യാറാക്കിയെടുക്കുന്നതെങ്കിലും ഇതിൻ്റെ നെയിം പറയുന്നത് കോഴിയട എന്നാണ്. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കണം. എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ വേണം. കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. കൂടെ എല്ലാവരും എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോയുമായി കാണുന്നതിനും വരെ ബൈ ഫ്രം അസ്ന യാസ്മിൻ. താങ്ക് യു ഓൾ.